നല്ല പീസ്ഫുള്ളാണേ. ഇവിടെ ഒരു മനുഷ്യനില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആണുങ്ങൾ ചെറുപ്പക്കാരുമുണ്ട്. പിന്നെ ഇവിടെ വരുന്നവരാണെങ്കിൽ കുറച്ച് കിളവിയും ഒരു കിളവനും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന ആൺപിള്ളേരും ആണുങ്ങളൊക്കെയാണ് വരുന്നത് ഇവിടെ. ആദ്യമായിട്ടാണ് ഒരു വയസ്സിനും ഒരു വയസ്സും കൂടി ഇച്ചിരി മുമ്പ് വന്നിരുന്ന് ഇച്ചിരി നേരം ഇരുന്ന് വെച്ചാൽ അവിടെ താണ്ട ഈ ഭാഗത്ത് വെയിൽ അന്നേരം കൂടി അന്നേരത്തേക്കും പോയി അതുങ്ങൾ. അവിടെ ഇപ്പോൾ ആരുമില്ല. ഇവിടെ ഇപ്പോൾ എനിക്കൊന്ന് ഒരു കണ്ടോ 1:15 കഴിഞ്ഞു, 1:15 വന്നു. പക്ഷേ പൂക്കളൊക്കെ കണ്ടോ നല്ല രസമുണ്ട്. ഇതൊക്കെ ഏതാണ് ഈ ബിൽഡിങ്? ഇതിനകത്ത് സൈഡിൽ കൂടെ മൊത്തം മാംഗ്രൂവ് ട്രീസ് പോലെയൊക്കെ കുറേ ഇതാണ് കണ്ട. എനിക്ക് ഈ മാംഗ്രൂവ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് ഭയങ്കര അട്രാക്റ്റീവ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ വ്യൂ പോലെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കയറി ഇരുന്ന് നോക്കി. അതുകൊണ്ട് എന്ത് നല്ല രസമുണ്ട്. ദൂരെയൊക്കെ കുറേ ബോട്ടുകളൊക്കെ ചേർപ്പാഞ്ഞ് പോകുന്നുണ്ട്. അത് ടൂറിസ്റ്റിനെ കൊണ്ട് പോകുന്നതായിരിക്കും റൈഡ്സൊക്കെ. ഇവിടെയൊക്കെ ഹൗസസൊക്കെ നിയർ ബൈ മില്യൻസ് ആയിരിക്കും. കണ്ട ബ്രൈബി ഐലൻഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇൻ്റർനെറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്വീൻസ്ലാൻഡ് ബ്രൈബി ഐലൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ അടിപൊളി ഈ ബീച്ച് കാണാം സൈഡിൽ. ആ ബീച്ച് കണ്ട് ഞാനിങ്ങനെ ബീച്ചസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു ഇൻ്റർനെറ്റിൽ. അപ്പോഴാണ് അവരുടെ ഫോട്ടോഗ്രാഫി നല്ലതല്ലേ, വീഡിയോഗ്രാഫിയൊക്കെ അവർ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കത്തില്ല. നല്ല രസമാണ് കാണാനായിട്ട്. അത് അട്രാക്റ്റീവ് ആക്കും. നമ്മൾ ഇവിടെ വന്നിട്ട് എനിക്ക് അതിൽ പോകാൻ തോന്നില്ല. ഇവിടെ നിന്ന് ഞങ്ങളിവിടെ ഏതായാലും വോളബീനൊക്കെ കണ്ടിട്ട് വൈകുന്നേരം പോകുന്നുള്ളൂ. വന്നപ്പം 10:15 കഴിഞ്ഞ് വന്നു. 9 മണിക്ക് 9:15 ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. 10:15 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്കിപ്പോൾ ആ സീ സൈഡിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരെണ്ണം. അവിടെ കയറി ഒരു സീ ഫുഡ് പ്ലാറ്റർ വാങ്ങിച്ചു. അത് for 2 ഉള്ളൂ, for 1 ഇല്ല. അവനാണെങ്കിൽ ആൽവിനെ കൊണ്ട് വന്നു. അവനാണെങ്കിൽ സീ ഫുഡ് ഇഷ്ടമല്ല. പിന്നെ ഞാൻ for 2 എടുത്തിട്ട് പാഴ്സൽ ചെയ്ത് തരാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് നല്ല സീ ഫുഡ് പ്ലാറ്ററാണ്, കുറേ ഇരിപ്പുണ്ട്. അതെടുത്ത് ഞാൻ കറി വെച്ചത്. ചീത്തയാവും എന്തോ, ഷെയ്ഡിലെ കൊണ്ട് കാറിട്ടിരിക്കുന്ന പാക്ക്. ഇവൻ ഒരു ചിക്കൻ ബർഗറും എടുത്ത്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും വോളബി, കാംഗറൂവിനെ പോലും ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ വോളബി. പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലിയാണെന്ന് ഇവൻ പറഞ്ഞത്. അതൊരു 5 o'clock 6 o'clock ആകുമ്പോഴേ വരത്തുള്ളൂ ഇവിടെ എങ്ങാണ്ട് ഏരിയയിൽ. ഇപ്പോൾ കനാലിൻ്റെ അവിടെ എങ്ങാണ്ടൊരു ഇവിടെ കുറേ അങ്ങ് ദൂരെ പോകുമ്പോൾ ഒരു കനാലുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അങ്ങേ അറ്റത്തും നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ബെയ്റ്റ് വാങ്ങിച്ച കടയിൽ നിന്ന്, അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച കടയിൽ നിന്ന് ഫിഷിങ് റീലും ബെയ്റ്റ്സും ഒക്കെ വാങ്ങിച്ച, ഹുക്കും ഒക്കെ വാങ്ങിച്ച കടയിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു ബോട്ട് അങ്ങോട്ട് പോയി. ബോട്ട് അവിടെ കൂടെ പോയാലും ഇവിടെയാണ് തിരി അടിക്കുന്നത്. എന്താ അതുകൊണ്ട് ഒരെണ്ണം ചേറിപ്പാഞ്ഞു പോകും. ആൾക്കാരെ കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഫിഷിംഗ് റോഡാണ് പൊങ്ങിയിരിക്കുന്നത്. ഫിഷിംഗ് റോഡാണ് പൊങ്ങിയിരിക്കുന്നത്, ചെരിച്ച് വെച്ചേക്കുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോവാം.